മലയാള സിനിമയിലെ പ്രേക്ഷകർ ഒരു കാലത്ത് നെഞ്ചിലേറ്റിയ ഹിറ്റ് ജോഡികളായിരുന്നു ദിലീപും മഞ്ജു വാര്യരും. വിവാഹമോചനത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഒരേ വേദിയിലെത്തിയതും തുടർന്നുണ്ടായ അവിശ്വസനീയമായ സംഭവങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും വൻ തരംഗമായി മാറിയിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിക്കൊപ്പം ചേർന്ന് നിൽക്കുകയും കൃത്യമായി ആ കേസിലുടനീളം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു മഞ്ജു വാര്യർ. ഈ ഘട്ടത്തിൽ പ്രതിസ്ഥാനത്തുള്ള ദിലീപിനോട് മഞ്ജു വാര്യർ മിണ്ടുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് കൊച്ചി കാക്കനാട് പുതിയതായി പ്രവർത്തനം ആരംഭിച്ച മാജിക് ഫ്രെയിംസ് മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയത്തിന്റെ പ്രൗഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ മലയാള സിനിമയിലെ ഈ അപൂർവ മുൻ ദമ്പതികൾ ഒന്നിച്ചെത്തിയത്. വേർപിരിയലിന് ശേഷം പൊതുവേദിയിൽ ഇരുവരും ഒന്നിച്ചെത്തുന്നത് പൂർണ്ണമായും ഒഴിവാക്കാറായിരുന്നു പതിവ്. മഞ്ജു വാര്യർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ ദിലീപിന്റെ സാന്നിധ്യം ഉണ്ടാവാറില്ല. ദിലീപ് സാന്നിധ്യം അറിയിക്കുന്നിടങ്ങളിൽ നിന്നും മഞ്ജുവും വിട്ടുനിൽക്കുന്നതായിരുന്നു ഇതുവരെയുള്ള രീതി. നടിയെ ആക്രമിച്ച കേസും അതിനെ തുടർന്നുണ്ടായ സാങ്കേതികവും വ്യക്തിപരവുമായ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ വന്നതോടെ ഇരുവർക്കുമിടയിലെ അകലം വീണ്ടും വർദ്ധിച്ചിരുന്നു. എന്നാൽ ഈ മുൻധാരണകളെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് രണ്ടുപേരും മാജിക് ഫ്രെയിംസിന്റെ പുതിയ തിയേറ്റർ ഉദ്ഘാടന ചടങ്ങിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത്. ചടങ്ങിന്റെ തുടക്കത്തിൽ പുറത്തുവന്ന ആദ്യ വീഡിയോകളിൽ ഇരുവരും പരസ്പരം അകലം പാലിച്ചാണ് ഇരുന്നതെന്നും ദിലീപും മഞ്ജുവും തമ്മിൽ മുഖത്തുപോലും നോക്കിയില്ല എന്നുമുള്ള തരത്തിലായിരുന്നു മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരണങ്ങൾ ശക്തമായത്. മഞ്ജു ഇരുന്ന സീറ്റിൽ നിന്നും 9 സീറ്റുകൾ മാറിയാണ് ദിലീപ് ഇരുന്നതെന്നും വാർത്തകൾ പരന്നു. ചടങ്ങിലെത്തിയ മറ്റു സഹപ്രവർത്തകരോടും സിനിമാ താരങ്ങളോടെല്ലാം വളരെ സ്നേഹത്തോടെ സംസാരിച്ച മഞ്ജു ദിലീപിനെ പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നു എന്ന പ്രചരണം കൊഴുക്കുന്നതിനിടെയാണ് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പുതിയൊരു ദൃശ്യം സോഷ്യൽ മീഡിയയിലെത്തിയത്. നേരത്തെ പ്രചരിച്ച എല്ലാ തെറ്റായ വാദങ്ങളെയും നിഷ്പ്രഭമാക്കുന്നതായിരുന്നു പിന്നീട് വൈറലായ ഈ അപൂർവ വീഡിയോ. ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ ദിലീപിനെ തികച്ചും മാന്യമായ രീതിയിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ഹസ്തദാനം നൽകി മഞ്ജു വാര്യർ സ്വീകരിക്കുന്ന രംഗങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. മഞ്ജു വാര്യർ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ കൈനീട്ടിയപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ ദിലീപും തിരികെ ഹസ്തദാനം നൽകുകയായിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ കൊടിയ ശത്രുതയിലാണെന്നും മുഖാമുഖം നോക്കില്ല എന്നുമുള്ള തരത്തിൽ പ്രചരിച്ചിരുന്ന വലിയ അഭ്യൂഹങ്ങൾക്കാണ് അന്ത്യമായിരിക്കുന്നത്. കേവലം സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ഈ അപൂർവ നിമിഷം ആരാധകർക്കിടയിലും സിനിമാ ഗ്രൂപ്പിലും വൻ ചർച്ചയായി മാറിക്കഴിഞ്ഞു. വീഡിയോ വ്യാജമായി നിർമ്മിച്ചതാണോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ശത്രുതയുള്ളവരോട് പോലും ഇത്ര മാന്യമായി പെരുമാറണമെന്ന് മഞ്ജു വാര്യർ വീണ്ടും തെളിയിച്ചുവെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത്. ഉദ്ഘാടന ചടങ്ങിന് പിന്നാലെ സംഘടിപ്പിച്ച സിനിമയുടെ പ്രത്യേക സ്ക്രീനിങ്ങിലും ഇരുവരും ഒരേ വരിയിലെ ഇരിപ്പിടങ്ങളിലാണ് പങ്കെടുത്തത്. എന്നാൽ ആ വരിയുടെ 2 അറ്റങ്ങളിലായാണ് ഇരുവരും ഇരുന്നത്. മഞ്ജുവിന് തൊട്ടടുത്തായി പൃഥ്വിരാജും ജയസൂര്യയുമാണ് ഇരുന്നിരുന്നത്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷമുണ്ടായ ഈ അപ്രതീക്ഷിത കണ്ടുമുട്ടലും അതിലെ പക്വമായ പെരുമാറ്റവും സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി തുടരുകയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ തന്നെയും ഇത് ഇപ്പോൾ ട്രെൻഡിംഗ് ആണ്. എന്തായാലും മഞ്ജു വാര്യരും ദിലീപും കൊടിയ ശത്രുക്കളാണെന്നുള്ള ഗോസിപ്പുകൾക്ക് അന്ത്യം വന്നിരിക്കുന്നു.